നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇനി മുന്നിലുള്ളത് വെറും 24 മണിക്കൂറാണ്. കാന്തപുരത്തിന്റെ പ്രതിനിധികൾ യമനിൽ ചർച്ച നടത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഓരോ നീക്കവും ഇനി നിർണായകമാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. പക്ഷേ ഇന്നലെ തുടങ്ങിയ ചർച്ചകളിൽ ചില പോസിറ്റീവ് സയൻസ് കാണുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ കുടുംബത്തിന് പല അഭിപ്രായമാണെന്ന് അറിയുന്നു. അവരെ ഒന്നിച്ചാക്കുക, ഒരു അഭിപ്രായത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം. അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? എങ്ങനെയൊക്കെയാണ് വാർത്തകൾ അവിടെ നിന്ന് വരുന്നത്? ശ്രീജ, അതായത് ഈ വധശിക്ഷ നാളെയാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ ചർച്ച ഇപ്പോഴും ഇങ്ങനെ അനന്തമായി നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങൾ ഭിന്നാഭിപ്രായമാണ് ഈ ഒരു കാര്യത്തിൽ ഉയർത്തുന്നത്. കാരണം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലരും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ ഇതിനോട് കൂടുതൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വധശിക്ഷ റദ്ദാക്കുന്ന ആ ഒരു നടപടിയുടെ ചർച്ച പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. കാരണം കൂടുതൽ സമയം ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ നടപ്പാക്കാനിരിക്കുന്ന ആ ഒരു ഉത്തരവ് അത് പിൻവലിക്കണം. ഒപ്പം തന്നെ അതിനുമായി ബന്ധപ്പെട്ട് സനായിലെ കോടതിയെ സമീപിക്കാനുള്ളൊരു ക്രിമിനൽ കോടതിയെ സമീപിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അത് ഇന്ന് അടിയന്തരമായി പരിഗണിക്കുകയും ഒപ്പം തന്നെ അവിടുന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടായാൽ ഈ സമയം നീട്ടി ലഭിക്കുകയും ചെയ്യും. അത് കൂടുതൽ ആശ്വാസകരമായിരിക്കും. കാരണം ഈ ചർച്ചകൾ നടക്കുമ്പോൾ കൂടുതൽ സമയം വേണ്ടിവരും. ഒപ്പം തന്നെ കാന്തപുരത്തിൻ്റെയൊക്കെ പ്രതിനിധികൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ സുന്നി വിഭാഗത്തിൻ്റെ നേതാക്കളൊക്കെയാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ചർച്ച പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഗോത്ര വിഭാഗങ്ങളെ അനുനയിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ഇതിനു മുമ്പിലുണ്ട്. നേരത്തെ കുടുംബാംഗങ്ങളെ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിഭാഗക്കാരെ കൂടി അനുനയിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതാണ് നമുക്കിപ്പോൾ കുറവായിട്ടുള്ളത്. നാളെയാണ് ഈ അധികൃതർക്ക് നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി ഉത്തരവ് കൈമാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിലേക്ക് അവർ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായാൽ മാത്രമേ ഈ നടപടി അവർ നീട്ടിവെക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സനയിലെ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി നിർണായകമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു നിലപാട് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിസങ്കീർണമായ നിമിഷങ്ങളാണ്, സങ്കീർണമായ സ്ഥിതികളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് വാർത്ത അവിടുന്ന് ലഭ്യമാകുമെന്ന് കരുതുന്നു. ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഈ മോചനത്തിനായി ഒന്നും തന്നെ ആവശ്യപ്പെടാനില്ല എന്നുള്ളതാണ്. ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം തന്നെയാണ്. ആ കുടുംബം ഒരു അനുകൂല നിലപാടിലേക്ക് വന്നാൽ മാത്രമേ ഈ വധശിക്ഷ റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ സങ്കീർണമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സമയം നീട്ടി ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ്. ശ്രീജ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.